ഇനി നമ്മുടെ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതിലേക്കായിട്ട് 1.25 കിലോ ക്ലീൻ ചെയ്ത ചിക്കനാണ്. വലിയ 2 സവാള ചെറുതായി അരിഞ്ഞത്, 3 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, മല്ലിയില ചെറുതായി അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ബേ ലീഫ് 1 കറുവപ്പട്ട ചെറിയ 4 കഷ്ണം, ഏലക്ക 6 ഗ്രാമ്പു 6 തക്കോലം 2 3 ഗ്രീൻ ചില്ലി ചതച്ചത്. ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കടായി അടുപ്പിൽ വെക്കുക. കടായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. കൂടെ ബേ ലീഫും കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം. തീ അല്പം കുറച്ച് വെക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ ചില്ലി ചതച്ച് ഇട്ട് കൊടുക്കാം. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ 3 തക്കാളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കൂടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം ചിക്കനിൽ പിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി വെന്തോന്ന് നോക്കാം. ചിക്കൻ കറിയിലെ വെള്ളമെല്ലാം ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഗ്രേവി മാത്രമേ ഉള്ളൂ. ഗ്രേവി അധികം ആവശ്യമില്ലാത്തവർക്ക്
കുറച്ചുകൂടെ ഇത് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.